വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എനിക്കിവിടെ 7 o'clock 7 o'clock യെസ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല, മാക്സ് സെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു ഡേ ബൈ ലൈഫാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം. നമുക്ക് നിൽക്കാം. ഞാൻ ആദ്യം AC ഓഫ് ആക്കും കേട്ടോ. ദീപക് നീച്ച് പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ കുളിക്കാനാണ്. നേരെ കുളിക്കാൻ ഓടും. എന്നുവെച്ചാൽ ഞാൻ കൃഷ്ണൻ്റെ മുന്നിൽ ഒരു ഗുഡ് മോർണിംഗ് എല്ലാം പറയും കേട്ടോ. പിന്നെ ഞാൻ നേരെ ഗ്യാസ് ഓണാക്കുകയാണ് ചെയ്യുക. ഇവിടെയാണ് ഗ്യാസിൻ്റെ സെറ്റപ്പ്. അപ്പം ഇതങ്ങനെ ആക്കണം. ഇത് നമ്മൾ കിച്ചണിലോട്ട് പോകും. കിച്ചണിലോട്ട് പോയിട്ട് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യാം. നമുക്ക് കുളിച്ച് വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ആവണം. ഓക്കെ, അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാനിവിടെ വന്നിട്ട് കർട്ടനെല്ലാം നീക്കും കേട്ടോ. നല്ല സൺലൈറ്റ് വരുന്ന ടൈമാണ്. കണ്ടില്ലേ, നല്ല സണ്ണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലോട്ട് വരിക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പുറത്തെ വ്യൂ. ഞാനിത് ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ സ്നോൻ എടുത്തിട്ട് ഇവിടേക്ക് വെക്കും. ഗുഡ് മോർണിംഗ് കേട്ടോ. നമ്മൾ സ്നോ കുറച്ച് സൺലൈറ്റ് എല്ലാം കൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. സ്നോക്ക് ഫുഡ് ഇത് എവിടെ ഉണ്ട്, അപ്പോൾ അതിന്ന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ സ്നോ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. നമുക്ക് വേഗം കിച്ചണിലോട്ട് പോകാൻ ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ അഗെയിൻ വരേണ്ടി വന്നു. ദീപക്ക് വന്നു കഴിഞ്ഞാൽ ദീപം വയ്ക്കും. അപ്പം ഞാൻ ഇവിടെ തുടയ്ക്കേണ്ട ടിഷ്യൂവും പിന്നെ ഓയിലും വെക്കണം. ഓയിലിപ്പോൾ വയ്ക്കാം, ഓയിലും വയ്ക്കും. അങ്ങനെ ആളുടെ ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആക്കി കേട്ടോ. ഇന്ന് കൊണ്ടുപോകുന്നത് റൈസ്, പിന്നെ ഓംലേറ്റ് ഉണ്ട്, ചീരപ്പേരി ഉണ്ട്, പിന്നെ അച്ചാറ്, യോഗേർട്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദീപക് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ് കേട്ടോ. ഞാനതിൽ ഇത്തിരി ബൂസ്റ്റ് ഇടും. ഞാനും അത് തന്നെയാണ് കഴിക്കുക. പക്ഷേ ഞാൻ ഇപ്പോൾ ഇരുന്ന് കഴിക്കില്ല, കാരണം എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇരുന്ന് കഴിക്കുന്നത് ഫോൺ നോക്കിയിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ കുറേ തവണ പറയും ഫോൺ നോക്കല്ലേ, പക്ഷേ എന്ത് ചെയ്യാനാ നോക്കും. ഇവിടെയും ഫോണ്, ബാത്റൂമിലും ഫോണ്, ഒക്കെ ഫോണാണ്. നിങ്ങളുടെ ഹസ്ബൻഡ്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ബാത്റൂമിൽ വരെ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ. ഇതൊട്ടും പറഞ്ഞാൽ കേൾക്കില്ല, എന്നും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പാക്കിംഗ് എല്ലാം കഴിഞ്ഞത് ആള് പോവാണ് കേട്ടോ. ഞാനതാ ഒരു ഹഗ്ഗെല്ലാം കൊടുത്ത് ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞ് യാത്രയ്ക്കുണ്ട് കേട്ടോ ആളെ. അത് കഴിഞ്ഞ് ഞാൻ ഓടി വരികയാണ്, കാരണം എനിക്ക് വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ആളെ കാണാൻ പറ്റും കേട്ടോ. വരുന്ന നോക്കി നിൽക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളൊരു ബൈ ബൈ വീണ്ടും കൊടുക്കും. ഇതൊക്കെ ഡെയിലി നടക്കുന്ന കാര്യമാണ്. ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല, കാരണം ചില കാര്യങ്ങളൊക്കെ റൂട്ടീനായിട്ട് അങ്ങനെ പോകും. അപ്പോൾ ടാറ്റ ബൈ ബൈ, അപ്പോൾ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ദീപക്കിനെ നമ്മൾ ഈവനിങ് ഒരു 8 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴേ കാണും. ദീപക്ക് പോയി, ദീപക്കിനെ രാത്രി നോക്കിയാൽ മതി, ഈവനിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇനി സാധാരണ ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞു, ഒരു 7:50 ആയി. ഇതിൽ നേരത്തെ പോവാറുണ്ട്, ഇന്ന് ലേറ്റായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മളെ പരിപാടി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കുറച്ച് നേരം ഞാൻ യോഗ ചെയ്യും. പിന്നെ ഫ്രഷ് ആയിട്ടില്ല, ഞാൻ വാഷ്റൂമിൽ പോയിട്ടൊന്നും ഫ്രഷ് ആയിട്ടില്ല. നേരെ പോയിട്ട് ഞാൻ കിച്ചണിലല്ലേ കയറി, ഒന്ന് ഫ്രഷായി യോഗ എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൂര്യ നമസ്കാരമാണ് കേട്ടോ ചെയ്യണം. ഞാനൊരു 14 സൈക്കിൾ, അതായത് ഒരു സൈഡ് 7 ഒരു സൈഡ് 7, അങ്ങനെ 40 റൗണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫയർ അലാം അടിച്ചത് കേട്ടോ. യോഗ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫയർ അലാം അടിക്കും, നമുക്ക് നോക്കി നോക്കാം. ഇടയ്ക്ക് ഞാൻ അടിക്കും കേട്ടോ. സംഭവം ഉണ്ടാവാറ് കണ്ടോ, ഒന്നുമില്ല. അങ്ങനെ വീണ്ടും യോഗ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്യും, പ്രാണായാമം, ബട്ടർഫ്ലൈ പോസ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. വെറുതെ ഒരു ബോഡി ഫിറ്റിന് വേണ്ടിയിട്ട്. ചില സമയത്ത് മടിയാവും. പിന്നെ ഈ യോഗ മാറ്റ് ഞാൻ വന്നിട്ട് കഴിഞ്ഞ വീക്കിൽ വാങ്ങിയതാണ്. അപ്പോൾ അടിപൊളി യോഗ മാറ്റാണ് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യോഗ മാറ്റാണ്. നല്ല കംഫർട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ യോഗയെല്ലാം ചെയ്തു. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫോണിൽ കുത്തിപ്പിടിച്ചിരുന്നു. ഫോണിൽ തീരെ ചാർജ് ഇല്ല. മോർണിംഗ് ആകുമ്പോൾ യൂഷ്വലി ചാർജ് വളരെ ലോ ആയിരിക്കും. ഇന്ന് വീഡിയോ കൂടി എടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് ചാർജ് വേണം. അപ്പോൾ ഞാൻ ചാർജിൽ ഇട്ടേക്കാണ്. ഇപ്പം നമുക്ക് പോയിട്ട് ഓട്സ് കഴിക്കാം.
അപ്പോൾ നമ്മൾ ഓട്സ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഇതെന്താ ഈ കളർ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഹോർലിക്സ് ബൂസ്റ്റ് ഒക്കെ ഇടാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാതെ. യെസ്, അപ്പം ഞാനൊന്ന് മയങ്ങിട്ടോ. ഇപ്പം സമയം 11 മണിയായി. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ ഓരോ പരിപാടിയിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ ഇതാ ബെഡൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ നമുക്ക് വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിക്കണം. ഓക്കെ, ഓക്കെ. അപ്പം റൂമെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ കർട്ടൻ ഒരു ഈവനിങ് വരെ ഞാനത് ഓപ്പൺ ചെയ്തിരിക്കും, കാരണം നല്ല ഒരു ചൂടും വെയിലൊക്കെ തട്ടും ഉള്ളിലേക്ക്. അപ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ. നമുക്ക് വീട്ടിലോട്ടൊക്കെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കും വീഡിയോസ്, പിന്നെ കുറേ ജോബ്സിന് അപ്ലൈ ചെയ്യാനൊക്കെ ഇരിക്കും, ലിങ്ക്ഡിനൊക്കെ, ഇൻഡീഡെല്ലാം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഗ്യാപ്പ് കിട്ടുമ്പോൾ അതെല്ലാം ചെയ്യും. ഡേ ഇൻ മൈ ലൈഫ്. ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ ഓക്കെ, അപ്ലോഡ് ചെയ്യുമ്പോ കാണാം. പിന്നെന്താ, അമ്മയുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്ക. ഒരു ഹായ് പറയ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ട്രോൾ ഇട്ടാ. ഓക്കെ അമ്മ. ഓക്കെ എന്നാ ശരി, ബൈ ബൈ. അപ്പോൾ ഗൈസ് വീട്ടിലേക്കെല്ലാം വിളിച്ചു. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ജോബ് അപ്ലൈ ചെയ്യാനിരുന്നു. പിന്നെ വിശപ്പ് വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ടൈം നോക്കിയത്. സമയം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ വേഗം പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതാണ് ചോറിനുള്ളത്. നിങ്ങൾ രാവിലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീരപ്പേരി ഉണ്ട്, യോഗേർട്ട് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ എഗ്ഗ് ഞാൻ ഓംലേറ്റ് ആക്കിയില്ല, പുഴുങ്ങിയിട്ട് ഞാൻ വെച്ചു. പിന്നെ മീൻകറി ഉണ്ട് ഇന്നലത്തെ, പക്ഷെ ഞാനത് കഴിക്കാൻ തോന്നുന്നില്ല. യോഗേർട്ട് കൂട്ടിയിട്ടായിരിക്കും എനിക്കിഷ്ടം, അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ്. ഹലോ, അപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ അതൊരു ആപ്പിൾ കഴിക്കാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ് പറ. ഹായ് പറയ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ഞാൻ ഹോം ടൂറിൽ ഓൾറെഡി കാണിച്ചിരുന്നു, കാണാത്തവർക്കാണ്. ഇതൊരു ബാഷ്പിക തുളസി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അതിപ്പോൾ റീൽസിലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ട് മേടിച്ചത് തന്നെയാണ്. ഇത് തലവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് പരട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സുഖം കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. നല്ല വലിയ മൈഗ്രെയിൻ തലവേദനയല്ല, എന്നാലും ചെറിയ മൈഗ്രെയിനൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പരട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ കോൾഡ് കഫ് ഒക്കെ ഉള്ളപ്പോൾ നല്ലൊരു സുഖമാണ്. നമ്മൾ നാട്ടിൽ കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ കിട്ടും, അല്ലാത്തവർക്ക് ആമസോണിലുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പം സമയം ഒരു 5 മണിയായിട്ടുണ്ട്. ഞാനിങ്ങനെ എഡിറ്റിങ്ങും അതുപോലെ കുറേ കുന്തങ്ങൾ ചെയ്തിട്ടിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് ചെറുതായിട്ട് മയങ്ങി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഏട്ടൻ്റെ പിള്ളേർക്ക് വിളിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ദീപകിനായിട്ട് കുറച്ച് നേരം ചാറ്റ് ചെയ്തു, ഫുഡ് കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ കാണിച്ച് വെറുതെ വെറുപ്പിക്കണമല്ലോ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിൽ ടൈമാണ്. അപ്പം ഞാൻ കിച്ചണിൽ കയറി കിട്ടി ഞാൻ ഫാസ്റ്റായിട്ട് പണികളെല്ലാം ചെയ്യും, ഇൻട്രസ്റ്റോടെ ചെയ്യും. പക്ഷെ കയറി കിട്ടാൻ നല്ല പണിയാണ്. അപ്പം ഞാൻ ഒരു ഹാഫ് ആൻ അവർ ചിന്തിച്ചിരുന്നു, കയറണമല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് കുക്ക് ചെയ്യട്ടെ. കുക്കിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, വെറുതെ എന്തിനാ. അപ്പോൾ എന്തായാലും കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു സന്ധ്യ ആവാറായി. അപ്പം ഞാൻ വിളക്ക് കാണിക്കുകയാണ്. പിന്നെ ഭക്തിഗാനൊക്കെ വെച്ച് ഒരു ഡിവോഷണൽ മൂഡാവും. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്യാം കേട്ടോ. നല്ല ഒരു ഫ്രഷ് എയറെല്ലാം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സ്നോനെ ഞാൻ ഈവനിങ് അവിടെ കൊടുന്ന് വെച്ച് ഫുഡെല്ലാം കൊടുക്കും. കേസാളെ കാണാമല്ലോ, 7 മണിയായി. ഞാൻ നേരത്തെ വരുന്നു പറഞ്ഞിട്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. A few moments later. എത്തിയിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ്. ഹായ് പറയ്. എങ്ങനെയുണ്ടായിരുന്നു ദിവസം? സോസേജ് ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കട്ടെ, നമുക്ക് നോക്കാം.
അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ക്യാമറയൊക്കെ ട്രൈപോഡിൽ ഞാൻ വെച്ചു, പക്ഷെ റെക്കോർഡ് ചെയ്തില്ല. കുഴപ്പമില്ല അല്ലേ, നമ്മളെ വീഡിയോസിൽ ഒരുപാട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഉണ്ട്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സോസേജും വെണ്ടയ്ക്ക കറിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ അപ്പോൾ കിച്ചണൊക്കെ ക്ലീനാക്കി ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ ദീപക്കിനെങ്കിലും നോക്കുന്നുണ്ടാവില്ലേ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഇനി സ്നോനെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. സ്നോ ഒരു ഇത് ഉറങ്ങിയിട്ടുണ്ട് അല്ലേ? സ്നോ ഉറങ്ങിയില്ലേ? ക്ലോസ് ചെയ്യാം. രാത്രിത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു. പോരെ പോരെ, കിടന്നുറങ്ങാൻ പോയോ? നമുക്ക് എ സി ഇടാം. അപ്പോൾ ഗൈസ്, ഡേ ഇൻ മൈ ലൈഫ് അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 10:45 ആയി. അപ്പോൾ ആളെ പിടിച്ചു വലിച്ച് ഞാൻ സോഫേൻ്റെ മുകളിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു ബൈ ബൈ പറയാൻ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഒരു ഹോളിഡേ നമ്മൾ പിന്നെ ചെയ്യാം. ഹോളിഡേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും വരെ. ബൈ ബൈ. Bye. Good night. 10 seconds later. Game over.